ആ എന്താണ് ബിനീഷ് പറയുന്നത്? നീ പച്ചയാണ് നിന്റെ. ഓക്കെ ഓക്കെ, ബാക്കി അങ്ങോട്ട് പറയാം. എന്തായാലും ബിനീഷിനോട് എനിക്ക് പറയാനുള്ളത്, ബിനീഷിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ബിനീഷിന്റെ അമ്മയ്ക്കുള്ള അതേ സംഭവം തന്നെയാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. അതിലൂടെ തന്നെയാണ് നമ്മളെ രണ്ടുപേരെയും പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്റെ അമ്മയെ തെറി വിളിക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം താങ്കളുടെ തെറ്റിദ്ധാരണയായിരുന്നു അത് തിരുത്തി തരണമെന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. നമ്മളൊരു വീഡിയോ കാണുമ്പോഴേ ആ വീഡിയോ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് കാണുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. അല്ലാതെ ഒരിത്തിരി പോലും ഭാഗം കണ്ടിട്ട് ഒരാളെ വിമർശിക്കാൻ നിൽക്കരുത്. ഫുള്ള് കാണുക, എന്തായിട്ടാണ് റിലേറ്റഡ്. ഈ വീഡിയോ IPL നടക്കുന്ന സമയത്ത് സഞ്ജു സാംസണും 84 റണ്ണെടുത്ത് നിൽക്കുന്ന സമയത്ത് ഹോപ്പ് ഒരു ക്യാച്ച് എടുക്കുന്നുണ്ട്. അത് ബൗണ്ടറി ലൈനിൽ തട്ടിയിട്ടാണ്. അത് ഡൽഹിയുമായിട്ടുള്ള ഒരു കളിയിലാണ്, മനസ്സിലായില്ലേ? അത് ബൗണ്ടറി റോപ്പിൽ ആ ക്യാച്ച് എടുക്കുന്ന ഹോപ്പിന്റെ കാല് തട്ടുന്നതായിട്ട് ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ മുഴുവനായിട്ട് കാണാതെ, എനിക്ക് തോന്നുന്നു ഏകദേശം IPL കഴിഞ്ഞിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു. ഇത് ഇപ്പൊ വന്നിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ T20 വേൾഡ് കപ്പ് മെനഞ്ഞാന്ന് കഴിഞ്ഞിട്ട് നമ്മള് കപ്പൊക്കെ തൂക്കിയല്ലോ അല്ലേ? അപ്പൊ ലാസ്റ്റ് ഒരു ക്യാച്ച്, മറ്റേ ഡേവിഡ് മില്ലറുടെ ഒരു ക്യാച്ച് സൂര്യകുമാർ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ വിജയശില്പിയായിട്ടുള്ള ഒരു ക്യാച്ച്. അത് നമുക്ക് ജീവശ്വാസം തന്ന ഒരു ക്യാച്ചാണത്. അപ്പൊ ഇത് ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതായത് സൂര്യകുമാർ എടുക്കുന്ന ആ ക്യാച്ച് ഇതേ ഇതിൽ തന്നെ ആ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ അത് ടച്ച് ചെയ്തിട്ടേ ഇല്ല. സൂര്യകുമാർ എടുത്ത ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പെർഫെക്റ്റ് ക്യാച്ചാണ്. അപ്പൊ എന്റെ ബിനീഷിനോട് പറയാനുള്ളത്, ഇപ്പൊ താങ്കൾ വിളിച്ച തെറി തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ ഫുള്ള് കാണുക. എന്ത് റിലേറ്റഡ് ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. താങ്കൾ വിളിച്ച ആ സംഭവം ഉണ്ടല്ലോ, അത് താങ്കളുടെ അമ്മയ്ക്കും ഉണ്ട്, എൻ്റെ അമ്മയ്ക്കും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, താങ്കൾക്ക് തെറ്റ് പറ്റിയതാണ്. ഞാൻ എന്താ പറയാ? അപ്പൊ ഇത് സംബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ആ കമന്റ് ബോക്സിൽ ഇങ്ങനെ മോശമായിട്ട് ഈ വീഡിയോക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഈ കമന്റ് റിപ്ലൈ തരുന്ന വീഡിയോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കമന്റ് ചെയ്തവരോട് എല്ലാവരോടും പറയാനുള്ള ഒരു സ്നേഹത്തോടുള്ള ഒരു കാര്യം, നിങ്ങൾ ആദ്യം ആ വീഡിയോ എന്തിനു വേണ്ടി ചെയ്താണ്, ഏത് സമയത്താണ് ചെയ്തതെന്നൂടെ ആലോചിക്കുക. ഒരു വീഡിയോക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ കമന്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ടൈം നോക്കുക. ആ വീഡിയോ എന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ വീഡിയോ എന്തായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഒരാൾക്ക് റിപ്ലൈ മറുപടി കൊടുക്കുക. ഓക്കെ, ശരി എന്നാ. ഓക്കെ എന്നാ, താങ്ക് യു.